പ്രിയമുള്ളവരെ, സമയം 7 മണി കഴിഞ്ഞ് 41 മിനിറ്റ്. ഉത്തരേന്ത്യയിലും കനത്ത ചൂട് തുടരുകയാണ്. രാജ്യ തലസ്ഥാനത്ത് താപനില 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. UP, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ചൂട് കനത്തതോടെ സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. YS അഭിനന്ദുണ്ട്. രാവിലെ വെരി ഗുഡ് മോർണിംഗ് YS അഭിനന്ദ്. രാവിലെ തന്നെ വിയർത്ത് കുളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു 7 മണിക്കൊക്കെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 10 മണിയുടെ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാടൊന്നും പറയാൻ പറ്റൂല. നമ്മുടെ നാടും ഇപ്പോൾ സമാനമായ അവസ്ഥയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഒരു ഉഷ്ണ തരംഗമാണ്. ഇപ്പോൾ എത്ര ഡിഗ്രി ഉണ്ട്? ഇന്ന് എത്രയാ പ്രതീക്ഷിക്കുന്നത് ഡൽഹിയിൽ അഭിനന്ദ്? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. 45 ഡിഗ്രിയിലേക്ക് ചൂടെത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. എന്നാൽ 6:45 ആയപ്പോൾ തന്നെ വിയർത്ത് കുളിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ തുടരുകയാണ്. ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റ് പരിസരത്താണ്. ഇപ്പോൾ തന്നെ അറിയാം, വലിയ വെയിലാണ്. ഇപ്പോൾ അരുൺകുമാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു 11 മണി സമയത്ത് എങ്ങനെയാണോ വെയിൽ, അതാണ് ഇപ്പോൾ ഈ 7:30 കാണാൻ സാധിക്കുന്നത്. ഇന്ത്യ ഗേറ്റിലായിരുന്നു ഞങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നത്. കാരണം കുടുംബശ്രീ ചേച്ചിമാരുടെ നല്ല ഒന്നാന്തര ഊണ് അവിടെ കിട്ടും. നമുക്ക് നാട്ടിലെ ഒരു നൊസ്റ്റാൾജിയൊക്കെ അവിടെ കിട്ടും. പക്ഷേ ഇന്ത്യ ഗേറ്റിൽ ഇപ്പോൾ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം നടന്നു വേണം പോകാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ ക്യാമറാമാനായാലും നമ്മളെ നോബിളേട്ടനൊക്കെ ആയാലും ആകെപ്പാടെ ചൂട് ഏൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഭക്ഷണമൊക്കെ അവിടെ ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ ഗേറ്റിൽ പൂർണ്ണമായിട്ട് കാവ നിൽക്കുന്ന ഒരു ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബൈ, ज़्यादा गर्मी इधर है, अभी क्या करूँ? गर्मी बहुत ज़्यादा है. गर्मी तो इतनी है कि दिन भर पानी पानी पिए रहो और सिर पे डाले रहो पानी. कैसे गर्मी है? काम चला कैसे? काम क्या चल रहा? पानी डाल डाल के काम चला रहा है. दिन भर पानी पिए रहो, बैठे रहो, पानी में नहा लो. ये तालाब है यहाँ पे, उसमें जाके डुबकैया मार लो. सुबह से रात तक इधर ज़्यादा गर्मी. यहीं इंडिया गेट पे सब गर्मी बहुत ज़्यादा है. सबसे ज़्यादा इंडिया गेट पे. अब दिन में अभी ये पत्थर गर्म हो जाएगा बहुत ज़्यादा. बहुत गर्मी लगती है. इतनी गर्मी, विकट गर्मी है यहाँ पे. അതാണ് അരുൺകുമാർ. രാവിലെ മുതൽ ഇത് തന്നെയാണ് അവസ്ഥ. രാത്രിയായാലും വീട്ടിൽ പോയി AC ഇട്ട് കിടന്നാൽ പോലും അത്തരത്തിലേക്ക് ഈ ചൂട് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എഴുന്നേറ്റ് കുളിക്കാൻ കഴിയാത്ത സാഹചര്യം. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നമാണ് നാട്ടിലെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഉത്തരേന്ത്യയിലുള്ളത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ പഞ്ചാബിലും ഹരിയാനയിലും ചണ്ഡീഗഡിലും ഉത്തരാഖണ്ഡിലും അടക്കം ഇത്തരത്തിലേക്കുള്ള പ്രശ്നമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 45 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരെ താപനില ഉയർന്നേക്കാമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. സ്കൂളുകൾക്കാണ് പ്രധാനമായിട്ടും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. മണി അടിക്കും ഓരോ മണിക്കൂർ ഇടവിട്ട്. ആ സമയത്ത് വിദ്യാർത്ഥികൾ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് അധ്യാപകർ ഉറപ്പ് വരുത്തണമെന്നടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി അങ്ങോട്ട് ചൂട് കനക്കുകയാണെങ്കിൽ 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോകും. അഭിനന്ദ്, എന്തായാലും ഒന്ന് റെസ്റ്റ് എടുക്കുക. അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞതുപോലെ വെള്ളം കുടിക്കാനും തോന്നും, വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കുകയും ചെയ്യും. എന്നാലേ ഈ ചൂടിനെ അതിജീവിക്കാൻ പറ്റൂ എന്നൊരവസ്ഥയിലാണ്. ഇന്ത്യ ഗേറ്റിലൊക്കെ 45 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ പുഴുങ്ങിയെടുക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത്രയൊക്കെ നമ്മുടെ നാട്ടിൽ താപനില ഉയർന്ന വലിയ പ്രശ്നമാണ് കേട്ടോ. നിർജ്ജലീകരണം ഒക്കെ ഒഴിവാക്കണം.